ഇക്കുറി വിഷു ബമ്പർ ആനയടിയിലേക്ക് ഒഴുകിയെത്തി. മുൻകാലങ്ങളിൽ അതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോകാതെ കേരളത്തിൻ്റെ ആ ഒരു സമ്പത്ത് ഇവിടെ തന്നെ, അതും അർഹരായിട്ടുള്ള ഒരു ഫാമിലിക്ക്, ലോട്ടറി കുടുംബത്തിന് തന്നെ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് അതും ഒരു പ്രത്യേകതയുള്ള, മനസ്സിന് വലിയ സുഖം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഭരണകാലത്തുണ്ടായിരുന്ന വിഷു ബമ്പറാണ് ഈ ലോട്ടറിയിലേക്ക് വിഷു കണിയായി വൈകിയാണെങ്കിലും കിട്ടിയിരിക്കുന്നത്. ചേട്ടോ, വിഷു കണി തന്നെയല്ലേ ഇത്? എന്താ പറയാനുള്ള ഈ ഗവൺമെന്റിനോടൊക്കെ എന്ത് പറയാനുണ്ട്? ഈ ലോട്ടറി വിൽപ്പന തുടരണോ ഒക്കെ അഭിപ്രായമൊക്കെ പറ. ഇത് കിട്ടിയത് ഇനി ഭാഗ്യമാണ്. ലോട്ടറി കച്ചവടം നിർത്തത്തില്ല, കച്ചവടം അത് തന്നെ. പിന്നെ വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ല. നമുക്ക് ബിസിനസ് ഒന്നും നടത്തണ്ട, അതൊക്കെ മതി. വീട്ടിലിരുന്ന് ലോട്ടറി കച്ചവടം ചെയ്യുമോ? ചെയ്യും. എനിക്ക് ഒരു ഇതാവുന്നിടം വരെയും ചെയ്യും. ഞാൻ നടക്കുന്നല്ല, ഇപ്പം ആട്ടോ വിളിച്ച് 60 രൂപ കൊടുത്ത് 5 മുക്കിന് പോയിരിക്കുക. അവിടെ ഇരുന്നാ ഞാൻ ലോട്ടറി വയ്ക്കുന്നത്. പിന്നെ തീരെ തട്ടേ കളക്കുവാണെങ്കിൽ നടന്ന് താമരക്കുളം വരെ പോകും. ഇത്രയും കാലം കൊണ്ട് ലോട്ടറി വിൽപ്പനയ്ക്ക് നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടി. മറ്റുള്ളവർക്ക് ഭാഗ്യം കിട്ടണമെന്ന് കരുതി നിങ്ങൾ വിറ്റുകൊണ്ടിരുന്നു. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ആ ഭാഗ്യം തിരികെ വന്നു. അതെ, ഇത്രയേ ഉള്ളു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ലോട്ടറി വിറ്റ ഇതിന് കൊണ്ട് കൊടുത്തവർക്കെല്ലാം സെറ്റോടെ എടുക്കുന്നവർക്ക് 1,20,000 രൂപ നമുക്ക് ഇവിടെ അടിച്ചിട്ടുണ്ട്. ചാരുമൂട് ഉരുമന്ദിരത്തിൻ്റെ അടുക്കാൻ ഒരു പയ്യന് ഞാൻ സ്ഥിരം കടയിൽ കൊടുക്കുന്നതാണ്. പിന്നെ എപ്പോഴും ഞാൻ കൊടുന്ന് പോകുന്നവർക്കെല്ലാം എന്നെ കാത്തിരിക്കും, അമ്മയുടെ ലോട്ടറി അടിക്കുമെന്നും പറഞ്ഞു. ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന ലോട്ടറിക്കൊക്കെ സമ്മാനം വന്നിട്ടുണ്ട്. മനോജേട്ടാ, എപ്പോഴും ഈ ബമ്പർ എല്ലാം എടുക്കാറുണ്ടോ? എല്ലാ ബമ്പറും. ഇതിപ്പോ ഇങ്ങെന്താ ഇങ്ങെന്താ പറയാ, ഈ സമൂഹത്തോട് എന്ത് പറയാനോ? എനിക്കിത് അടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല, അത്രയും. പിന്നെ എന്ന് വെച്ചാൽ കാരണം ഇപ്പം അങ്ങേയറ്റം നമുക്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ 5000 500 അതിൽ കൂടുതൽ മേളിലോട്ട് അടി വരുത്തില്ല. നമ്മുടെ സമയത്തിൻ്റെയാന്ന് വിചാരിച്ച്. ഇന്ന് ഒരു മാസത്തിന് മുമ്പേ ഞാൻ കടയിലൊന്ന് പോയി ടിക്കറ്റ് എടുക്കാം, ഇവന് സുഖമില്ലായിരുന്നല്ലോ. അതെടുത്തപ്പോൾ എനിക്ക് തോന്നി ഒരു ബമ്പർ എടുത്ത് കളയാം. അപ്പോൾ എൻ്റെ നമ്പർ, ഞാൻ പ്രതീക്ഷിക്കുന്ന നമ്പർ അവിടെ കിടന്നു. ആ നമ്പർ ഞാൻ എടുത്ത് പാക്കറ്റ് വെച്ചിട്ട് ഞാൻ വന്നു. ഇവിടെ ആരും പറഞ്ഞു പോകുന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ബമ്പർ എടുത്തെന്ന് പറഞ്ഞു, അത്രേ. അതെ, വിനോദ് സുഖമില്ലാതെ കിടന്നുകൊണ്ടാണ് അച്ഛൻ എടുത്തോണ്ട് പോകുന്നത്. അതാ, സുഖമില്ലാതെ കിടന്നുകൊണ്ട് അച്ഛൻ എടുത്തോണ്ട് പോകുന്നത്. അതുകൊണ്ട് അച്ഛന് തന്നെ ഭാഗ്യം കിട്ടി. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം വരുമെന്ന് കരുതി വിചാരിച്ചില്ല. പിന്നെ എപ്പോഴും പറയും, എല്ലാവരും പറയും അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന് അമ്മയ്ക്കൊരു ലോട്ടറി അടിക്കുമെന്ന്. പക്ഷെ അമ്മ എടുത്തേനല്ല, അച്ഛൻ എടുത്തേനാ ഭാഗ്യം വന്നത്. അച്ഛൻ ആ ഭാഗ്യം. വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ആശ്രാമത്തിൽ നിന്ന് ഈ ആനയടിയിലേക്ക് വന്നത് ഇതിനു വേണ്ടിയായിരുന്നു. ഞങ്ങൾ പാമ്പ വിട്ടങ്ങ് കൊല്ലത്ത് പോയതാണ്. അദ്ദേഹത്തിൻ്റെ വീട് കൊല്ലം ആശ്രാമമാണ്. ഞാൻ അങ്ങനെ പോയതാണ്. അവിടെ ചെന്ന് സ്ഥലം മേടിക്കാൻ നോക്കിയപ്പം പറ്റിയില്ല. അവിടെ നിന്ന് വന്ന് ഞാൻ എൻ്റെ ആങ്ങളെ ഇവിടെ തെക്കേക്കരയായിരുന്നു താമസിക്കുന്നത്. ആങ്ങളയോടെ പറഞ്ഞ ആങ്ങളെയാണ് ഇവിടെ ഈ നിലം വാങ്ങിച്ച് നികത്തി വാങ്ങിച്ച് വന്ന് ഞാൻ കൊല്ലത്തും ജോലി ചെയ്തിട്ടുണ്ടെന്ന വീട്ടിൽ നിന്ന് ഒരു തെങ്ങും കൊണ്ടുവന്നു. ഒരു തെങ്ങും 40 ഷീറ്റും കൊണ്ട് അവിടെ ഒരു ഷെഡുണ്ടാക്കി ആദ്യം അവിടെ ഫ്രണ്ടിൽ. അന്ന് വെള്ളമായിരുന്നു. വയലാ. 10 വർഷം അവിടെ താമസിച്ച്. അത് ഇതിനേക്കാളും സുഖമായിട്ടാണ് കഴിഞ്ഞത് അന്ന്. സത്യമാണ്, ഇതിലും സുഖമായിട്ട് അവിടെ താമസിച്ചു. അന്ന് ഞാൻ ജോലിക്ക് പോകും, ഈ ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തതാണ്. അന്നൊന്നും ഇത്ര വലിയ ദാരിദ്ര്യമില്ല നമുക്ക്. പക്ഷേ ഇപ്പോഴാണ് ദാരിദ്ര്യം കൂടി വന്നു. അതാണ് നമ്മളെ കടപ്പല. ദാരിദ്ര്യം എന്നുള്ള ആള് ഇപ്പൊ കോടീശ്വരനായി, ദരിദ്രൻ കോടീശ്വരനായി. അത് ദൈവത്തിന്റെ കളിയല്ല, നമുക്കൊന്നും പറയാം. ഭാഗ്യം. അതായത് ആ ലോട്ടറി എന്ന് പറയുന്നതിൽ ആ ഒരു വിശ്വാസം അർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ആ ഭാഗ്യം കിട്ടട്ടെ എന്ന് കരുതി സ്വന്തം ജീവിതം, അല്ലേ, അവരുടെ ജീവിതം അതിനു വേണ്ടി കരുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിനൊടുവിൽ ഏറ്റവും അവസാനം ആ ഭാഗ്യം അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി ആനയടിയിലേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.